കണ്ടില്ലല്ലോ ഇതുവരെ. പറഞ്ഞല്ലേ മുങ്ങി കാണും മിക്കവാറും ആളുകളെ പൈസ പറ്റിച്ചിട്ട്. ഞാൻ ക്ലീറ്റോ ചേട്ടൻ്റെ കാര്യമല്ല പറഞ്ഞത്, ജിത്തുവിന്റെ കാര്യോ. ഞാൻ വന്നപ്പോ അവരിതുവരെ വന്നിട്ടില്ല. അവൻ ഈയിടെയായിട്ട് ഇത്തിരി ലേറ്റ് ആയിട്ടൊക്കെയാ വരുന്നത്. ശരി. പലയിടത്തും തട്ടി വീഴും നീ. ഇതെന്താണ് ഇത്ര താമസിക്കുന്നത്? എന്താണ് ഇപ്പൊ? കണ്ടില്ലേ എന്റെ ഫ്രണ്ടിന്റെ ചെറിയൊരു പ്രോഗ്രാം. അപ്പൊ അവൻ എന്റെ ഡാൻസ് കൊറിയോഗ്രാഫി സെറ്റ് ആക്കാൻ പറഞ്ഞു. ആ വേണമെങ്കിൽ ലില്ലാൻഡിയുടെ നമ്മുടെ ക്ലാസിക്കലും കൂടി മിക്സ് ചെയ്ത് രണ്ടും കൂടി ഹിപ്പ് ഹോപ്പ് എല്ലാം കൂടി മിക്സ് ചെയ്ത പൊളിയായിരിക്കും. അതെ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ആലോചിച്ച് നോക്ക്. ഉടുപ്പൊക്കെ ആടി മേടിച്ചോളൂ. നല്ല രസമല്ലേ ഏത് സമയത്ത് ക്ലീറ്റോ ചേട്ടൻ. ചേച്ചി ലോഡൊക്കെ ഉണ്ടല്ലേ? അയ്യോ അജി ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇറക്കാജി, ഒരു കൈ സഹായിക്കേ, ഇതൊന്ന് പിടിച്ച. കിട്ടിയല്ലോ എന്റെ ദൈവമേ. അയ്യോ ചായ കൊണ്ട്. ഓ എന്റെ മോളെ, സമാധാനായി. ശരി, ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓട്ടോ ഉണ്ടെങ്കിൽ കേട്ടാ, നമ്പർ എൻ്റെ ഉണ്ട്. ഇതെന്താ ക്ലീറ്റോ ചേട്ടാ താമസിച്ചത്? ഞാൻ താമസിച്ചതാ. അതാ ഇത് വരാൻ ഇത് വരാൻ എന്താ താമസിച്ചത്? ഏതാണെന്ന് ആദ്യം പറ. അല്ല ഈ പാഴ്സൽ വരാൻ എന്താ ലേറ്റ് ആയെന്ന്? ആങ്ങളയുടെ ഉത്തരവാദിത്ത കുറവ്. ഓ മനസ്സിലായല്ലോ ഇപ്പൊ ആങ്ങളയുടെ ഉത്തരവാദിത്ത കുറവാണ്. നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ആങ്ങളായിട്ട് തന്നെ. ഞാൻ മാത്രമേ ഉള്ളൂ. ഉച്ചാച്ചായി ആ വായി നോക്കിയിട്ട് ഇന്നലെ പോയി എടുക്കാൻ പറഞ്ഞാണ് ഈ സാധനം. അത് തമിഴ്നാട്ടിൽ നിന്ന് സ്വാമി അവിടുന്ന് തമിഴിൻ്റെ ബസ്സിൽ കയറ്റി വിട്ടതാണ്. വിട്ട് അതിനെ കൊണ്ട് നമ്മളെ ബൈജുവിൻ്റെ കടയിൽ, അവിടെ അരിസ്റ്റോയിൽ ബൈജുവിൻ്റെ കടയിൽ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയി എടുക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് എന്തൊരു അവിടെ അരിസ്റ്റോയിൽ അവിടെ ഇന്നലെ ചെന്നപ്പോൾ അവിടെ അമ്പലത്തിൽ അവിടെ ഉത്സവവും അന്നദാനവും. പുള്ളി പിന്നെ അവിടെ പോയി അന്നദാനത്തിൻ്റെ കൂടെയൊക്കെ നിന്ന് ആളായിട്ട് നിന്ന് ഇത് വൈകുന്നേരം ചെന്നപ്പോൾ ബൈജു കട അടച്ചിട്ട് ബൈജുവിൻ്റെ പണി നോക്കി പോയി. പിന്നെ അല്ലാതെ എങ്ങനെ? സാരിയുടെ കൊട്ടാഷ് ഏറ്റപ്പോഴേ ഞാൻ വിചാരിച്ചാണ് എനിക്ക് തലവേദനയാവുന്നു. ഓ ക്ലീറ്റോ ചേട്ടനല്ലേ പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്ന് സാരി എടുത്തു കഴിഞ്ഞാൽ നല്ല ലാഭമായിരിക്കും. അതുകൊണ്ട് എന്താ ലാഭത്തിന് കിട്ടി? ഇവിടെ കൊടുക്കണ പൈസ കൊടുക്കണ്ട, അത് ലാഭം ഉണ്ട്. അതിന് ഇപ്പൊ 40 ഇല്ലേ? 40 ഉണ്ട്. നിങ്ങൾ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാതെ? കാര്യം അറിയാൻ വേണ്ടിട്ടല്ലേ കട്ട് ചെയ്ത് ഈ സാധനം അവിടെ നിന്ന് കയറ്റി വിട്ടു. അത് ഉത്തരവാദിത്തമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തി. അത് എടുക്കാൻ ഒരുത്തന്നെ ഞാൻ ഉത്തരവാദിത്തമായിട്ട് പറഞ്ഞേൽപ്പിച്ചു. പക്ഷെ ആ വായി നോക്കി പോയില്ല. അതിന് നിങ്ങൾ രണ്ടും കൂടെ എന്നെ എന്തിനിടെ ഇങ്ങനെ വിളിക്കുന്നത്? ഞാനൊരു മീറ്റിംഗിൽ ഇരിക്കുകയല്ലേ, അതിന്റെ ഇടയ്ക്ക് കിടന്ന് ഇങ്ങനെ ഒരു വിളിയുണ്ടാ? പെണ്ണുങ്ങൾ സ്വസ്ഥത തരണ്ടേ ഞങ്ങൾക്ക്? പെണ്ണുങ്ങൾ സ്വസ്ഥത തരണമെന്ന് സാധനം വരണ്ടേ? ഇതെന്തോ നമ്മൾ വിമാനത്തിലല്ലല്ലോ ഇത് കയറ്റി വിടണത്. ഇതിനെ കൊണ്ട് കൊടുത്തിട്ടുള്ള പൈസകൾ വാങ്ങിച്ചു തരി. പൈസ കൊടുത്തില്ല, ഞാൻ 2 ദിവസത്തിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏർപ്പാടാക്കി വന്നു. എൻ്റെ ബാഗിനെടു. മനുഷ്യനാണെങ്കിൽ നടുവൊടിഞ്ഞ് എറണാകുളവും നാവറോയിലും ആകെ ഇത്തിരി വെള്ളം ചൂടാക്കണേ. ചൂടായിക്കോ. ഇതിവിടെ ഇരിക്കട്ടെന്നാ. അതിപ്പോ അങ്ങോട്ട് ചുവന്നിട്ട് പോണേ എന്തിനാ? തുറന്നു നോക്കായിരുന്നു സാരി എങ്ങനെ.